ആഗ്രഹിച്ചുകൊണ്ട് ആരോപണങ്ങളും കെട്ടുകഥകളും കുറെ ചാനൽ മേധാവികളെയും കൂട്ടുപിടിച്ച് കോൺഗ്രസിനെ അങ്ങോട്ട് ഒലത്തിക്കളയാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒലത്തിക്കളയാൻ പറ്റാവുന്ന പ്രസ്ഥാനമല്ല കേരളത്തിലെ കോൺഗ്രസ് എന്ന് ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാകും. മാറിയവന്റെ 10 വർഷക്കാലത്തെ ഭരണത്തിന് അറുതി വരുത്താൻ ജനങ്ങൾ ഇനിയും മാസങ്ങൾ കൂടി കാത്തിരിക്കുകയാണ്. കേരളത്തിൽ ചെറുപ്പക്കാർ ഇഷ്ടപ്പെടുന്ന, കേരളത്തിലെ പൊതുസമൂഹം ഇഷ്ടപ്പെടുന്ന 1.25 ലക്ഷം വോട്ടിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച ഷാഫി പറമ്പിലിനോടുള്ള അസഹിഷ്ണുതയാണ് ഇപ്പോഴും ഡിവൈഎഫ്ഐയും CPM-ഉം വടകരയിലും കണ്ണൂരിലും സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ അക്രമം. ജനാധിപത്യ രീതിയിലുള്ള സമരം എന്നുള്ളതിൻ്റെ പേര് പറഞ്ഞ് ആഭാസത്തരവും അക്രമവും തെറിയഭിഷേകവും നടത്തിയാൽ അതിൽ ഭയന്നു പോകുന്ന നേതാക്കന്മാരെല്ലാ കോൺഗ്രസിനുള്ളതെന്ന് ഷാഫി പറമ്പിൽ ആണത്തത്തോടുകൂടി തെളിയിച്ചതായി നമ്മൾക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഭയപ്പെടുത്തിയാൽ, തെറി പറഞ്ഞാൽ പിരിഞ്ഞു പോകുന്നവരല്ല കോൺഗ്രസ് നേതാക്കന്മാർ. അങ്ങനെ ഭയപ്പെടുത്താനും ശ്രമിക്കേണ്ട. പോലീസുകാർ വന്ന് ചുറ്റും കൂടി ഓടിച്ചു കളഞ്ഞാൽ അങ്ങനെ പോകുന്ന ആളുകളുമല്ല കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ. കോൺഗ്രസ് നടത്തുന്ന ഈ അക്രമങ്ങൾ, CPM നടത്തുന്ന ഈ അക്രമങ്ങൾ, കോൺഗ്രസിനെതിരായി നടത്തുന്ന ഈ അക്രമങ്ങൾ, അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും, ഒരു സംശയവും വേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മന്ത്രിസഭയിൽപ്പെട്ട MLA-മാരായിട്ടുള്ള നിരവധി ആളുകൾ ഇന്ന് ലൈംഗിക പീഡന കേസിൽ, ബലാത്സംഗ കേസിൽ പ്രതികളാക്കപ്പെട്ട് നിൽക്കുമ്പോൾ അവർക്കെതിരായി യാതൊരു നിയമ നടപടിയും സ്വീകരിക്കാൻ മുഖ്യമന്ത്രിക്കോ ഈ പറയുന്ന പാർട്ടി നേതൃത്വത്തിനോ കഴിയുന്നില്ല. അവർക്കെതിരായി ഒരു നടപടി സ്വീകരിക്കാൻ കഴിയുന്നില്ല. കോൺഗ്രസ് എത്ര മാതൃകാപരമായിട്ടുള്ള നടപടിയാണ് സ്വീകരിച്ചത്. ഒരു ആരോപണം ഉന്നയിച്ച ആരോപണം വന്ന് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് ആ യൂത്ത് കോൺഗ്രസ് നേതാവിനെ നീക്കി, അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, ഒരു പരാതിയോ ഒരു FIR-ഓ ഒരു അന്വേഷണവും നടക്കാത്ത സമയത്ത് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് ആണ്. ജനങ്ങളോടും സമൂഹത്തോടും സ്ത്രീകളോടുമുള്ള പ്രതിബദ്ധതയാണ്, അവരോടുള്ള മാന്യതയാണ്, മര്യാദയാണ് കോൺഗ്രസ് എടുത്ത ഈ സമീപനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെല്ലാം എതിരായി പറയുകയും കൂടെ പെണ്ണുപിടിയന്മാരും ബലാത്സംഗ വീരന്മാരും രാത്രിയായാൽ സ്ത്രീകളെ ഫോണിൽ വിളിച്ച് അധിക്ഷേപം ചൊരിയുന്നവരും എല്ലാവരെയും ഒരു കുടക്കീഴിൽ നിർത്തി ആദർശം പറയാൻ ഒരുങ്ങിയാൽ ആ ആദർശം കേരളത്തിലെ പൊതുസമൂഹം ചെവിക്കൊള്ളില്ല എന്നുകൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആർജവമുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ, ആണത്തമുണ്ടെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണാധികാരിക്ക് സ്ത്രീകളോട് സാമാന്യമായിട്ടുള്ള അവരോടൊരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഈ സ്ത്രീ പീഡകരെ, ഈ ബലാത്സംഗത്തിന് നേതൃത്വം കൊടുത്ത ആളുകളെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാനുള്ള ആർജവമെങ്കിലും പിണറായി കാണിക്കണം. അതിനുള്ള ആണത്വം ഒന്നും പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനില്ല. തെറിയും ജൽപ്പനങ്ങൾ കൊണ്ട്, ആരോപണങ്ങൾ കൊണ്ട് കേരളത്തിലെയും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഉണർത്താമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഇന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉണരാൻ പോകുന്നില്ല, കേരളത്തിലെ ജനങ്ങളും ഉണരാൻ പോകുന്നില്ല.